കേരളത്തിന്റെ അഭിമാനമായി മാറാൻ ഒരുങ്ങുന്ന സ്പേസ് പാർക്ക് കെ സ്പേസിന്റെ CFCക്കും RDCക്കും ഇതാ നിർമ്മാണ തുടക്കമായി തറക്കല്ലിട്ട് കഴിഞ്ഞു. പുതു സംരംഭകർക്കും യുവതലമുറ സ്റ്റാർട്ടപ്പുകൾക്കും ഉപകരിക്കുന്ന വിധമാണ് കേരളം ആ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. സംരംഭകർക്ക് നൈപുണ്യ വികസനം, പ്രോട്ടോടൈപ്പിംഗ്, കൺസൾട്ടൻസി എന്നിവയ്ക്ക് ടെക്നോസിറ്റിയിൽ 9.54 ഏക്കറിൽ MSME അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ടെക്നോളജി സെന്റർ വരെ പദ്ധതിക്കൊപ്പം വരുന്നുണ്ട്. ബഹിരാകാശ രംഗത്തെ വ്യവസായ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് സ്പേസ് പാർക്ക് കെ സ്പേസ് ലക്ഷ്യമിടുന്നത്. ആവശ്യമായ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വിതരണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ലക്ഷ്യം. 250 കോടി രൂപയുടെ അഡ്വാൻസ്ഡ് സ്പേസ് ഇനിഷ്യേറ്റീവ് തുടങ്ങാനും ഉദ്ദേശമുണ്ട്. സംസ്ഥാനത്തിലെ വ്യവസായ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് സ്പേസ് പാർക്ക് ഊർജ്ജം പകരുമെന്ന് സ്പേസ് പാർക്ക് കോമൺ ഫെസിലിറ്റി സെന്ററിനും CFC റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിനും RDCക്കും തറക്കല്ലിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബഹിരാകാശ മേഖലയിലെ അറിവുകൾ സമൂഹത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടു. പള്ളിപ്പുറം ടെക്നോസിറ്റിയിൽ 3.5 ഏക്കറിൽ നബാർഡിൻ്റെ സാമ്പത്തിക പിന്തുണയോടെ 2 ലക്ഷം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം. 30 മാസത്തിനുള്ളിൽ സ്പേസ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കും. സ്പേസ് പാർക്കിൻ്റെ പ്രവർത്തനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയും അതിനു പുറമെ 6 ഉപകേന്ദ്രങ്ങൾ തുടങ്ങാനും ഇപ്പോൾ പദ്ധതിയുണ്ട്. തിരുവനന്തപുരം നഗരം, കൊച്ചി, പള്ളിപ്പുറം ടെക്നോസിറ്റി, തോന്നയ്ക്കൽ, വേളി, നെടുമങ്ങാട്, വലിയമല എന്നിവിടങ്ങളിലാണ് ഉപകേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത്. സംരംഭകർക്ക് നൈപുണ്യ വികസനം, പ്രോട്ടോടൈപ്പിംഗ്, കൺസൾട്ടൻസി എന്നിവയ്ക്കായാണ് ടെക്നോസിറ്റിയിൽ MSME അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ടെക്നോളജി സെൻറ്റർ വരിക. പിന്നെ തോന്നയ്ക്കലിൽ എയ്റോസ്പേസ് കോമ്പോസിറ്റ് സെൻറ്റർ, വേളിയിൽ 60 ഏക്കറിൽ എയ്റോസ്പേസ് കൺട്രോൾ ആൻഡ് സിസ്റ്റംസ് കോംപ്ലക്സ്, വലിയമലയ്ക്ക് സമീപം ലിക്വിഡ് പ്രൊപ്പൽഷൻ അലൈഡ് സിസ്റ്റംസ് കോംപ്ലക്സ്, കൊച്ചിയിൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രി ക്ലസ്റ്റർ, തിരുവനന്തപുരത്ത് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവയാണ് ഇനി വരാനിരിക്കുന്ന ഉപകേന്ദ്രങ്ങൾ. ടെക്നോസിറ്റിയിൽ നിർമ്മിക്കുന്ന CFC, RDC എന്നിവയ്ക്ക് പുറമെയുള്ള 15 ഏക്കർ സ്ഥലം ഈ രംഗത്തെ നിക്ഷേപകർക്ക് അനുവദിക്കും. നിലവിൽ 58 കമ്പനികൾ സ്പേസ് പാർക്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. 11 പ്രമുഖ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങൾ ഔദ്യോഗിക പങ്കാളികളാണ്. VSSC, ഡിജിറ്റൽ സർവകലാശാല, ASAP, കേരള ICT അക്കാദമി, അനന്ത് ടെക്നോളജീസ് എന്നീ സ്ഥാപനങ്ങളുമായി വിവിധ പദ്ധതികൾക്കുള്ള ധാരണാപത്രങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. IIST, LPSC, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ, ISRO, ഇനർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ, STPI, കേരള സർവകലാശാല എന്നിവയുമായി ചേർച്ചുള്ള വിവിധ പദ്ധതികളും ഇപ്പോൾ സംസ്ഥാന IT വകുപ്പിൻ്റെ പരിഗണനയിലാണ്.